കർണാടകയിലെ വിജയനഗര, കൊപ്പൽ ജില്ലകൾക്കിടയിൽ തുംഗഭദ്ര നദിയിൽ സ്ഥിതി ചെയ്യുന്ന ഏകദേശം 2449 മീറ്റർ നീളമുള്ള അണക്കെട്ടാണ് തുംഗഭദ്ര അണക്കെട്ട്. കൃഷി, ജലസേചനം, വെള്ളപ്പൊക്കത്തെ നിയന്ത്രിക്കുക തുടങ്ങി വിവിധ ലക്ഷ്യങ്ങളോടെ 1949 അന്ന് നിലനിന്നിരുന്ന ഹൈദരാബാദ് രാജ്യവും മദ്രാസ് പ്രസിഡൻസിയും ചേർന്നാണ് ഈ അണക്കെട്ടിന്റെ നിർമ്മാണം തുടങ്ങിയത്. 1953 പണി പൂർത്തീകരിച്ച് ഡാം പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. നീണ്ട 71 വർഷത്തിനു ശേഷം ഡാമിന്റെ ഗേറ്റുകളിലൊന്നിന്റെ ചങ്ങല പൊട്ടിയതോടെ ഡാം തകരാതിരിക്കാൻ കർണാടക സർക്കാർ ഡാമിന്റെ എല്ലാ ഷട്ടറും തുറന്നുവിട്ടു. തുംഗഭദ്ര ഡാമിനൊരു പ്രത്യേകതയുണ്ട്. മുല്ലപ്പെരിയാർ ഡാം കഴിഞ്ഞാൽ സുർക്കി മിശ്രിതത്തിൽ നിർമ്മിച്ച രണ്ടാമത്തെ ഡാമാണിത്. ഇത്തരമൊരു പ്രശ്നം മുല്ലപ്പെരിയാർ ഡാമിന് ഉണ്ടായാൽ അതിന്റെ പ്രത്യാഘാതത്തെക്കുറിച്ച് വീണ്ടും ചർച്ച ചെയ്യുകയാണ്. മഴക്കാലത്തും പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോഴും മുല്ലപ്പെരിയാർ ചർച്ച കേരളത്തിൽ ചൂടുപിടിക്കാറുണ്ട്. നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള ഡാമിന്റെ പ്രവർത്തനത്തിലെ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ കഴിയാത്തതാണ് ഇത്തരം ചർച്ചയ്ക്ക് കാരണമായത്. തമിഴ്നാട്ടിലെ മധുര, രാമനാഥപുരം, ഡിണ്ടിഗൽ, തേനി ജില്ലകളിൽ കൃഷിക്കും ജനജീവിതം എളുപ്പമാക്കാനും 1887 അന്നത്തെ തിരുവിതാംകൂർ രാജ്യവും മദ്രാസ് പ്രസിഡൻസിയും തമ്മിലെ കരാർ പ്രകാരമാണ് പെരിയാറിൽ ഡാമിന്റെ പണി തുടങ്ങിയത്. 1895 ഒക്ടോബർ 10 ഡാമിന്റെ പണി പൂർത്തിയായി. ബ്രിട്ടീഷുകാരനായ ജോൺ പെനിക്വിക്കാണ് ഡാമിന്റെ ശില്പി. 999 വർഷത്തേക്ക് പാട്ടത്തിനാണ് കരാർ ഒപ്പിട്ടത്. അത്ര നാളിന് ശേഷവും മദ്രാസ് സർക്കാർ കരാർ പുതുക്കണമെന്ന് കരുതുന്നുണ്ടെങ്കിൽ അതിനും അനുവദിക്കുന്നതായിരുന്നു കരാർ. 1886 ഒക്ടോബർ 29 ഇത്. അരനൂറ്റാണ്ട് മാത്രം കാലാവധിയായി കണ്ട് നിർമ്മിച്ച ഡാം 130-ാം കൊല്ലത്തിലേക്ക് നീങ്ങുമ്പോൾ പ്രദേശവാസികൾക്ക് ആശങ്കയും കേരളവും തമിഴ്നാടും തമ്മിൽ തർക്കത്തിനും ഇടയാക്കുകയാണ്. 2006 കേരളത്തിനെതിരായ ആദ്യ സുപ്രീം കോടതി വിധിക്ക് ആധാരമായ ഹർജി മുല്ലപ്പെരിയാർ പരിസ്ഥിതി സംരക്ഷണ സമിതി എന്ന പേരിൽ സ്വകാര്യ വ്യക്തികൾ നൽകിയതായിരുന്നു. വിധി തമിഴ്നാടിന് അനുകൂലമായെങ്കിലും നടപ്പായില്ല. 2006 മാർച്ചിൽ കേരളം ഡാം സുരക്ഷാ നിയമം ഭേദഗതി ചെയ്തത് സുപ്രീം കോടതി വിധി മറികടക്കാനാണെന്ന വാദവുമായി തമിഴ്നാട് വീണ്ടും സുപ്രീം കോടതിയെ സമീപിച്ചു. ഈ കേസ് തീർപ്പാക്കി 2014 മെയ് 7 സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് RM ലോധ അധ്യക്ഷനായ 5-അംഗ ഭരണഘടനാ ബെഞ്ച് പുറപ്പെടുവിച്ച വിധിയും കേരളത്തിനെതിരായിരുന്നു. എന്നിട്ടും കേരളം പുനഃപരിശോധനാ ഹർജിയുടെ സാധ്യത പോലും പരിശോധിച്ചില്ല. അതിനിടയിലാണ് തമിഴ്നാട് നൽകിയ OS 4/2014 എന്ന മറ്റൊരു ഹർജിയിൽ കേരളത്തിന് പ്രതീക്ഷ നൽകുന്ന തീരുമാനമുണ്ടായത്. അനുകൂലമായി ഈ സാഹചര്യം ഫലപ്രദമായി വിനിയോഗിച്ചാൽ ചിലപ്പോൾ മുല്ലപ്പെരിയാർ അണക്കെട്ട് കേരളത്തിന് നിയന്ത്രണത്തിലായേക്കുമെന്നും സൂചനകളുണ്ട്. പുതിയ ഡാം നിർമ്മിക്കണമെന്ന ആവശ്യത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്നാണ് ജലസേചന മന്ത്രി റോഷി അഗസ്റ്റിൻ വ്യക്തമാക്കുന്നത്. കേരളത്തിൽ നിന്നുള്ള MP-മാരും ഇത് സഭയിൽ അവതരിപ്പിച്ചിരുന്നു. 2000 മുല്ലപ്പെരിയാർ ഭാഗത്തുണ്ടായ ഭൂകമ്പം ഡാമിന്റെ സമീപവാസികളെയും കേരളത്തിനെ പൊതുവായും ഭയചകിതരാക്കി. ഭ്രംശമേഖലയിലാണ് ഡാം സ്ഥിതി ചെയ്യുന്നത് എന്നത് ചില പഠനങ്ങൾ പുറത്തുവന്നു. ഡാമിന് സമീപമുള്ള ബേബി ഡാമും സുരക്ഷിതമല്ലെന്ന് വന്നതോടെ കേരളത്തിൽ ഇത് വലിയ ചർച്ചയായി. എന്നാൽ ഇവിടങ്ങളിൽ മുൻപ് അറ്റകുറ്റപ്പണി നടന്നതാണെന്ന് വാദിച്ച് തമിഴ്നാട് ഇതിനെ തള്ളി. ഡാമിന് തകർച്ചയുണ്ടായാൽ വെള്ളം പാഞ്ഞെത്തുന്ന ഇടുക്കി അണക്കെട്ടും ഒപ്പം 11 അണക്കെട്ടുകളും തകരുമെന്നും തൃശൂരിനും പത്തനംതിട്ടയ്ക്കും ഇടയിൽ ജില്ലകളിലെ ജനങ്ങൾക്കും ജീവികൾക്കും പ്രകൃതിക്കും സാരമായ പ്രശ്നമുണ്ടാകുമെന്നുമാണ് പറയപ്പെടുന്നത്. ഇതും ചർച്ചകൾക്ക് കാരണമായി. ഇന്നും നിലനിൽക്കുന്ന കല്ലണൈ ഡാം 2-ാം നൂറ്റാണ്ടിൽ അന്നത്തെ തമിഴ്നാട്ടിലെ പ്രബലനായ രാജാവ് കരികാല ചോളൻ കാവേരി നദിയിൽ ഉണ്ടാകുന്ന വെള്ളപ്പൊക്ക പ്രശ്നം തടയാനും തഞ്ചാവൂരിൽ കൃഷി ആവശ്യത്തിനും നിർമ്മിച്ചതാണ്. 1080 അടി വീതിയും 66 അടി ഉയരവും ഇതിനുണ്ട്. പാറകൾ നിരത്തിയുണ്ടാക്കിയ ഈ അണക്കെട്ട് 1900 വർഷത്തോളമായി കാവേരിയിലെ വെള്ളപ്പൊക്കത്തെ തടഞ്ഞ് തമിഴ്നാട്ടിൽ ഇന്നും നിലനിൽക്കുന്നു. ചരിത്രത്തിലെ ഡാം തകർച്ചയും അതുമൂലം ജീവനാശവും പ്രകൃതിനാശവും പല രാജ്യങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അമേരിക്കയിൽ പെൻസിൽവാനിയയിലെ സൗത്ത് ഫോർക്ക് ഡാം 1889 മെയ് 31 തകർന്നു. പ്രദേശത്ത് അസാധാരണമാംവിധം വീശിയടിച്ച കാറ്റിനെ തുടർന്നാണ് ഡാം തകരാനിടയായത്. 2209 പേരാണ് ഈ ദുരന്തത്തിൽ മരിച്ചത്. $17 മില്യൺ നാശവും അന്നുണ്ടായി. ഇംഗ്ലണ്ടിലെ ഷെഫീൽഡിൽ 1864 ഉണ്ടായ ഡെൽ ഡൈക്ക് റിസർവോയർ അപകടവും 244 പേരുടെ ജീവനെടുത്തു. ചെറിയൊരു വിള്ളൽ ഡാമിൽ ഉണ്ടെന്ന് ഒരു എഞ്ചിനീയർ കണ്ടെത്തി മണിക്കൂറുകൾക്കകമാണ് ഈ അപകടമുണ്ടായത്. ബ്രസീലിലെ ഡാമൈ എന്ന് വിളിക്കപ്പെടുന്ന ബ്രുമദിഞ്ഞോ ഡാം 2019 തകർന്നതാണ് അടുത്ത കാലത്തുണ്ടായ വലിയ നാശം വിതയ്ക്കുന്ന ഒന്ന്. 120 കിലോമീറ്റർ നീളത്തിൽ 21 മുനിസിപ്പാലിറ്റികൾ ഇല്ലാതായി. 270 പേർ മരിച്ചു. ഇവരിൽ പലരെയും കണ്ടെത്താനേ കഴിഞ്ഞിട്ടില്ല. മനുഷ്യർ ഡാമുകൾ നിർമ്മിച്ച കാലം മുതൽ തന്നെ അവയുടെ തകർച്ചയുണ്ടായിട്ടുണ്ട്. 5000-ലധികം വർഷങ്ങൾക്ക് മുൻപും ഈജിപ്തിലും യമനിലും ഡാമുകൾ അഥവാ ജലസംഭരണികൾ തകർന്ന വിവരങ്ങൾ ചരിത്രകാരന്മാർ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.